റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാൻ റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ച് നിർദ്ദേശം കൊടുത്തു. റാഗിംഗുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരുമെന്ന് ഇന്ന് രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ക്രൂരമായ റാഗിംഗ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ശക്തമായ നടപടിയുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ചട്ടങ്ങൾ. ഇതിനായി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ റാഗിംഗ് വിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ട്. ഇതിനിടെ ക്ലീൻ ക്യാമ്പസ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. കേസിൽ നാളെ കക്ഷി ചേരുമെന്നും ചെന്നിത്തല. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അതുപോലെ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി നടപ്പാക്കിയ മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ. എനിക്ക് വലിയ വിഷമമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. ഇനിയും കേരളത്തിൽ റാഗിംഗ് ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകണം. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ UGCയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. 24 കൊച്ചി.